എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും വായനയുടെ ലോകമെന്ന ഈ പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സമകാലിക വചന പ്രഘോഷകരിൽ പ്രസിദ്ധനായ ഡാനിയേൽ പൂവണ്ണത്തിലച്ചൻ രചിച്ച വളരെ മനോഹരമായൊരു ഗ്രന്ഥമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ പേര് ആത്മശിഖരത്തിലെ കൂട് എന്നാണ്. മനോഹരങ്ങളായ ധ്യാന വിചിന്തന ചിന്തകൾ കൊണ്ട് സമ്പന്നമായ മനോഹരമായൊരു ഗ്രന്ഥം. ദൈവസ്നേഹത്തിൻ്റെ ശിഖരത്തിൽ ചേക്കേറുവാനും കൂടൊരുക്കുവാനും കൊതിക്കുന്ന ഒരാളുടെ കുറിപ്പുകൾ. വസന്തം ഗ്രീഷ്മത്തിനും, ഗ്രീഷ്മം ശിശിരത്തിനും, ശിശിരം ഹേമന്തത്തിനും വഴിമാറുന്ന ഋതുഭേദങ്ങളുടെ ദുരന്തകാലങ്ങളിൽ പതറാതെ നീങ്ങാൻ ഓർമ്മകളെ ഉദ്ദീപിപ്പിക്കുന്ന തീക്ഷ്ണ വിചാരങ്ങൾ. തുള്ളിയാർക്കുന്ന ഒരു പെരുമഴയിൽ ദൈവത്തിൻ്റെ ആകാശം കുടയായി മാറിയ ഒരുവൻ കണ്ണീരും പുഞ്ചിരിയും കൊണ്ട് തീർത്ത ഹൃദയ വിചാരങ്ങൾ. ഇതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനാണ് ഡാനിയേൽ പൂവണ്ണത്തിലച്ചൻ. സമകാലിക വചന പ്രഘോഷണ രംഗത്ത് തൻ്റെ ശുശ്രൂഷകളിലൂടെ സജീവ സാന്നിധ്യമായി മാറിയിരിക്കുന്ന ഡാനിയേലച്ചൻ്റെ ആത്മീയ ശുശ്രൂഷകൾ ഇന്ന് ഒട്ടേറെ മനുഷ്യർക്ക് വലിയ ഊർജവും ആവേശവുമായി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി വിമല പബ്ലിക്കേഷനാണ്. ഇത് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന് മുമ്പ് അദ്ദേഹം ഈ രാവ് തീരും മുമ്പ്, സ്നേഹനിലാവ് എന്നിങ്ങനെയുള്ള 2 ഗ്രന്ഥങ്ങൾ കൂടി രചിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് പ്രസിദ്ധനായ ആധ്യാത്മിക സാഹിത്യകാരൻ വിനായക് നിർമ്മലാണ്. ജീവിതം സുവിശേഷമാകുന്ന വിധം എന്ന തലവാചകത്തിൽ വളരെ മനോഹരമായൊരു അവതാരികയാണ് അദ്ദേഹം ഇതിനായിട്ട് എഴുതിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന വളരെ മനോഹരമായൊരു നിരീക്ഷണം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകത്തിൽ എന്നെ കൂടുതലായി ആകർഷിച്ചത് അച്ഛൻ മാതൃകയായി കാണിക്കുന്ന ചില ജീവിത ചിത്രങ്ങളാണ്. ഹൊസേന്തി അച്ഛനെയും സിസ്റ്റർ സുശീലയെയും മറിയച്ചേർത്തിയും ഒക്കെ നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെയുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ഇതിലെ ഓരോ ലേഖനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ഒത്തിരിയേറെ ധ്യാന ചിന്തകളായി ഈ ഗ്രന്ഥത്തിൻ്റെ ഓരോ അക്ഷരവും മാറുകയാണ്. സുവിശേഷത്തിൻ്റെ അന്തർധാരയ്ക്കൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവാന്വേഷിയുടെ ഹൃദയത്തുടിപ്പുകളായി ഈ ഗ്രന്ഥത്തെ ഞാൻ മനസ്സിലാക്കുന്നു. ഒരാൾ സുവിശേഷമാകുന്നത് എങ്ങനെയെന്ന വിഷയം ഡാനിയേൽ പൂവണ്ണത്തിലച്ചൻ്റെ ഈ പുസ്തകത്തിലെ സുവിശേഷമെന്ന ലേഖനം ചർച്ച ചെയ്യുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ക്രിസ്തുവിനെ വളരെ മനോഹരമായി മനുഷ്യ മനസ്സിലേക്ക് വരച്ചിടുവാൻ ശ്രമിക്കുന്ന ഈ ഗ്രന്ഥകാരൻ ഒരു ചിത്രകാരൻ്റെ ദൗത്യമാണ് ഈ എഴുത്തിലൂടെ നിർവഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. മിഴിവുറ്റ ചിത്രങ്ങൾ കൊണ്ട് മനുഷ്യാത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ധ്യാന ചിന്തകളായി ഈ ഗ്രന്ഥത്തിൻ്റെ ഓരോ വാക്കുകളും മാറുകയാണ്. സുവിശേഷം ഒരു വീണ്ടെടുപ്പാണ്. മനസ്സ് തളരുന്ന നേരത്തൊക്കെ സുവിശേഷത്തിൻ്റെ തണലിൽ പോയിരിക്കുവാൻ മനുഷ്യർ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ വചനമാകുന്ന വൃക്ഷത്തിൻ്റെ തണലിൽ പോയിരുന്ന് അതിൻ്റെ തണൽ ആസ്വദിക്കാനും അതിൻ്റെ പുഷ്പങ്ങളുടെ തേൻ നുകരുവാനുമൊക്കെ ശ്രമിക്കുന്ന ഒരാളുടെ നാൾവഴി സഞ്ചാരക്കുറിപ്പുകൾ എന്ന നിലയിൽ വേണമെങ്കിൽ ഈ ലേഖനങ്ങളെ നമുക്ക് വിലയിരുത്താം. ഈ തണലിൽ പോയിരിക്കുമ്പോൾ ഒരുവന് കിട്ടുന്ന സ്വാതന്ത്ര്യം എത്രയധികമാണ് എന്ന് ഗ്രന്ഥകർത്താവ് തൻ്റെ വായനക്കാരന് പകർന്നു നൽകുകയാണ്. താൻ അനുഭവിക്കുന്ന സന്തോഷവും വചനത്തിൻ്റെ വെളിച്ചത്തിൽ താൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവുമൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ നിസ്വാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുകയാണ് ഈ ഗ്രന്ഥകർത്താവ്. തീർച്ചയായും വിനായക് നിർമ്മൽ പറഞ്ഞു വയ്ക്കുന്നത് പോലെ നമുക്കൊക്കെ അപരിചിതമായ ഒത്തിരിയേറെ ജീവിതങ്ങളെ
ചേർത്ത് വെച്ചുകൊണ്ട് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇദ്ദേഹം നടത്തുന്ന ധ്യാന ചിന്തകൾ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആശയസമ്പന്നത കൊണ്ടും ഹൃദയാകർഷകമായ ശൈലി കൊണ്ടുമൊക്കെ ഈ ഗ്രന്ഥം നമുക്ക് മുമ്പിൽ ഒരു വേറിട്ട ഗ്രന്ഥമായി മാറുകയാണ്. തൻ്റേതായ ഒരു ഇടം, തൻ്റേതായ ഒരു എഴുത്തുവഴി എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ഡാനിയേൽ പൂവണ്ണത്തില്ലച്ചൻ തൻ്റെ ആദ്യത്തെ ഗ്രന്ഥം മുതൽ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഗ്രന്ഥത്തിൻ്റെ മുഖപുരയിൽ ഡാനിയേൽ പൂവണ്ണത്തില്ലച്ചൻ ഇങ്ങനെ എഴുതുന്നുണ്ട്: ഈ വരികൾ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് നിറഞ്ഞതാണ്. ഹൃദയത്തെ തൊട്ട ചില ഓർമ്മകളിൽ നിന്നാണ് ഇവ പൂവിട്ടത്. തീർച്ചയായും എഴുത്ത് ആയാസരഹിതമായിരുന്നില്ല. അത് ഒത്തിരി ശ്രമകരമായിരുന്നു. പക്ഷേ ഈ വരികളിൽ എൻ്റെ ആഹ്ലാദമുണ്ട്. പിന്നെ കുറെ കണ്ണീരും സ്വപ്നങ്ങളുമുണ്ട്. വിദൂരങ്ങളിലിരുന്ന് എൻ്റെ വികലാക്ഷരങ്ങളെ മിഴിയും ഹൃദയവും കൊണ്ട് തൊടുന്ന നിങ്ങളെ എനിക്ക് പ്രണമിക്കാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് വായനക്കാരനോടുള്ള വലിയ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം ആരംഭിക്കുക. ഈ ഗ്രന്ഥത്തിലെ ആദ്യ അധ്യായം തന്നെ എന്നെ ഒത്തിരിയേറെ ആകർഷിക്കുകയുണ്ടായി. അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: നിലവിളിക്കുന്ന വീടുകൾക്കായി. ഒരു കെട്ടിടം എങ്ങനെയാണ് വീടായി മാറുന്നതെന്നും ആ വീട് എങ്ങനെയാണ് ആധ്യാത്മിക മൂല്യങ്ങൾ കൊണ്ട് ഒരു ഭവനം എന്ന സങ്കല്പത്തിലേക്ക് വളരുന്നത് എന്നും ഓരോ ക്രിസ്തീയ കുടുംബങ്ങളും മൂല്യങ്ങളുടെ സംഹിതകൾ കൊണ്ട് പൂരിപ്പിക്കപ്പെടേണ്ട ഇടങ്ങളാണെന്നും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന വളരെ ഹൃദയസ്പർശിയായ ഈ ലേഖനം നമ്മുടെ വീടുകളെക്കുറിച്ച്, അതിൻ്റെ ആധ്യാത്മിക ലോകത്തെക്കുറിച്ച് ഒന്ന് പുനർപരിശോധന നടത്താൻ നമ്മെ സഹായിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. വീട് ഒരു സുഖകരമായ ഓർമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡാനിയേൽ പൂവണ്ണത്തില്ലച്ചൻ ഈ ലേഖനം ആരംഭിക്കുക. ഓർമ്മകളെ ചുട്ടുപൊള്ളിക്കുന്ന പനിച്ചൂടിലും വീടിനെക്കുറിച്ചുള്ള ഒരു ശീതള സ്മൃതി എന്നെ തണുപ്പിക്കുന്നു. കാരണം ഇപ്പോൾ എനിക്കറിയാം, ഒരു നല്ല വീട് വാങ്ങാനാവില്ല, നിർമ്മിക്കാനേ ആവൂ എന്ന്. ചുവരുകളും മേൽക്കൂരകളുമല്ല, സ്നേഹവും സ്വപ്നവുമാണ് വീട് പണിതുയർത്തുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, വീട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അത് ഒരു സിമൻ്റ് കൊണ്ടോ കട്ട കൊണ്ടോ കെട്ടിപ്പൊക്കാവുന്ന ഒരു യാഥാർത്ഥ്യമല്ല. മറിച്ച് ക്രിസ്തീയ മൂല്യങ്ങളുടെ വിളനിലയമായി ഈ ഭവനം മാറുമ്പോഴാണ് വീട് ഒരു കുടുംബമെന്ന സങ്കല്പത്തിലേക്ക് ഇതൾ വിരിയുക. പലപ്പോഴും സമകാലിക ജീവിത സാഹചര്യങ്ങളിൽ വീടുകൾ സജീവമാവുകയും കുടുംബമെന്ന സങ്കല്പം അന്യം നിന്നു പോവുകയും ചെയ്യുന്ന അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുവെന്നത് ഈ കാലത്തിൻ്റെ വലിയൊരു ദുരന്തമാണ് എന്ന് ഈ ലേഖനം ഓർമ്മപ്പെടുത്തുകയാണ്. ബാല്യം മുതൽ നമ്മുടെ ഭവനങ്ങൾ എങ്ങനെയാണ് നമ്മളിലെ ആത്മീയ മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് എന്ന് ഈ ലേഖനത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അദ്ദേഹം അതിൽ നടത്തുന്ന വളരെ മനോഹരമായൊരു നിരീക്ഷണം എന്നെ ആകർഷിക്കുകയുണ്ടായി. അതിങ്ങനെയാണ്: വീടിന് അമ്മയുടെ മനസ്സാണ് എന്നാണ്. ഒരു ഭവനത്തെ ഭവനമാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ ഒരു വീടിനെ കുടുംബമാക്കി തീർക്കുന്ന യഥാർത്ഥമായ സാന്നിധ്യം ഒരമ്മയുടെ മനസ്സാണ്. അമ്മയുടെ മനസ്സെന്ന് പറയുന്നത് അനേകം മൂല്യസങ്കല്പങ്ങളുടെ ഒരു ഭൂമികയാണ് എന്നർത്ഥം. ഈ ലേഖനം വായിച്ചപ്പോൾ, പണ്ട് ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വായിച്ച മനോഹരമായൊരു കവിതാ സമാഹാരം ഓർമ്മ വരികയാണ്. മലയാളത്തിലെ പ്രസിദ്ധനായ കവി ഡി വിനയചന്ദ്രൻ എഴുതിയ മനോഹരമായൊരു കവിതയാണ്. വീട്ടിലേക്കുള്ള വഴികൾ എന്നാണ് ആ കവിതയുടെ പേര്. കോളേജിൻ്റെ അവധി കാലഘട്ടത്തിൽ വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന തന്നോട് കൂട്ടുകാർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രൂപേണയാണ് ആ കവിത ആരംഭിക്കുന്നത്. വീട്ടിലേക്കെന്ന് പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ, കൂട്ടുകിടക്കുന്നു പുസ്തകക്കൂട്ടങ്ങൾ എന്നാണ് കവിത ആരംഭിക്കുന്നത്. വളരെ മനോഹരമായി തൻ്റെ വീടിനെക്കുറിച്ച്, അതിൻ്റെ ഗ്രഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളെക്കുറിച്ചൊക്കെ ആ കവി പറഞ്ഞു വെച്ചിട്ട് അവസാനം നമ്മുടെ ഹൃദയത്തെ പൊള്ളിക്കുന്നത് പോലെ ഇപ്രകാരം ഒരു വരി അദ്ദേഹം എഴുതി ചേർക്കുന്നുണ്ട്: അമ്മയില്ലാത്തവർക്ക് എന്തു വീട്, ഇല്ല എങ്ങുമേ വീട്. ഡാനിയേൽ പൂവണ്ണത്തില്ലച്ചൻ്റെ ഈ ലേഖനം വായിച്ചപ്പോൾ, പ്രത്യേകിച്ച് അതിലെ വീടിന് അമ്മയുടെ മനസ്സാണ് എന്ന വരി വായിച്ചപ്പോൾ ഈ കവിത ഓർമ്മ വന്നതിൻ്റെ കാരണം, വീട്ടിൽ കാത്തിരിക്കാനൊരു അമ്മയില്ലാത്തിടത്ത് വീട് വീടാകുന്നില്ല എന്നുള്ള വലിയൊരു ആധ്യാത്മിക ചിന്തയാണ്. കവി വ്യസനത്തോടുകൂടി ഓർത്തതുപോലെ അമ്മയുടെ മനസ്സാണ് ഒരു വീടിനെ വീടാക്കി തീർക്കുന്നത് എന്ന
ആധ്യാത്മിക സങ്കല്പം നാം വായിച്ചു കടന്നു പോകുമ്പോൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഓർമ്മ വരിക അമ്മയുടെ മനസ്സോടുകൂടെ തിബേരിയസ് കടൽ തീരത്തിരുന്ന് അവർക്കായി അപ്പം ഒരുക്കി വെക്കുന്ന, അവർക്കായി പ്രാതലൊരുക്കുന്ന ഈശോയുടെ മനസ്സിനെയാണ്. നമ്മുടെ ഭവനങ്ങൾക്ക് അമ്മയുടെ മനസ്സുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും നമ്മുടെ ഭവനങ്ങൾ ഒരു സ്ഥാപനങ്ങൾ പോലെ വിരസത സൃഷ്ടിക്കുന്ന ഇടങ്ങളായി മാറിപ്പോകുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വീടിന് അമ്മയുടെ മനസ്സാണോ ഉള്ളത്? നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന മക്കൾക്ക് വീട് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമായി മാറുന്നുണ്ടോ? അത് ദേവാലയം പോലെ പവിത്രമായ ഒരിടമായി മാറുന്നുണ്ടോ? അതോ അത് വിരസതകൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരിടമായി മാറുന്നുണ്ടോ? അവിടെ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട ആധ്യാത്മിക മൂല്യവിചാരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ ഈ ലേഖനം നമ്മളെ സഹായിക്കുന്നുണ്ട്. വളരെ ഹൃദയസ്പർശിയായി അദ്ദേഹം ഇങ്ങനെ എഴുതുകയാണ്: കൈവിട്ടുപോയ മറ്റേതു വിലപ്പെട്ട ഇഷ്ടത്തെയും പോലെ നഷ്ടപ്പെട്ടപ്പോഴാണ് വീടിൻ്റെ വില അവൻ അറിഞ്ഞത്. പിന്നീട് ഒരുപാട് നിദ്ര കനിയാത്ത രാത്രികളിൽ വീടിനെ ഓർത്തവൻ കരഞ്ഞു. വിരുന്നുമേശകളിൽ നിന്ന് നിലവിളിയോടെ മടങ്ങിപ്പോകുമ്പോൾ അവൻ്റെ മനസ്സു നിറയെ മുണ്ടുമുറുക്കിയുടുത്ത അമ്മയായിരുന്നു. അമ്മയുടെ കണ്ണീരുപ്പ് കലർന്ന ഇല്ലായ്മയുടെ അത്താഴങ്ങളായിരുന്നു. ഇല്ലായ്മകൾക്ക് നടുവിലും നമ്മുടെയെല്ലാം വീട് വലിയൊരു ആശ്രയകേന്ദ്രമായി മാറുന്നുണ്ട് എന്ന് നാം മറന്നുകൂടാ. എന്നാൽ ദേവാലയം പോലെയായി മാറേണ്ട നമ്മുടെ ഭവനങ്ങൾ, ചെരുപ്പിടാതെ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ആത്മീയ സ്വാതന്ത്ര്യം, ആ ബഹുമാനം, ആദരവ് നമ്മുടെ വീടുകൾക്ക് ഇന്ന് അന്യമായി പോകുന്നുണ്ടോ? പണ്ട് നമ്മുടെ ഭവനങ്ങളൊക്കെ ഒരു ദേവാലയം പോലെയായിരുന്നു. എന്നാൽ ഇന്ന് ആ ദേവാലയത്തിൻ്റെ പവിത്രതയ്ക്ക് ചേരാത്ത വിധത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കുന്നുവെന്ന വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഈ ലേഖനം തരുന്നുണ്ട്. ഏറ്റവും അധികം ഒരാൾ മനസ്സിലാക്കപ്പെടുന്നത് വീട്ടിലാണ്. നിങ്ങൾ താമസിക്കുന്ന ഇടമല്ല, നിങ്ങൾ ഏറ്റവും അധികം മനസ്സിലാക്കപ്പെടുന്ന ഇടമാണ് വീട്. നമ്മുടെ ഭവനങ്ങൾ ഇന്ന് മനസ്സിലാക്കപ്പെടലുകൾക്ക് വിധേയമാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്ന ഇടമായി ഭവനങ്ങൾ മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ വരികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിഭവങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഇടമായിരിക്കാം വീട്. എന്നാലും അതിനുമപ്പുറം അവിടെ സ്നേഹത്തിൻ്റെ ഒരു അത്താഴമേച്ച ഒരുങ്ങിയിരിപ്പുണ്ടെന്നും ആരൊക്കെയോ കരുതുന്നുണ്ടെന്നും ആരുടെയൊക്കെയോ സ്നേഹം നമ്മുടെ ഭവനങ്ങളിൽ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നും അതിനാൽ അവിടം പ്രാർത്ഥനയുടെ ഇടമായി മാറണമെന്നും ഡാനിയേൽ അച്ഛൻ വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടിൽ ഹോമിക്കപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച് നല്ലൊരു ധ്യാനചിന്ത ഈ ലേഖനത്തിലൂടെ അദ്ദേഹം പകർന്നു നൽകുന്നുണ്ട്. സ്ത്രീകൾ, അവരിൽ നല്ലൊരു പങ്കും വീടുകളിൽ ഹോമിക്കപ്പെടുന്നുണ്ട്. കെട്ടിടങ്ങൾ വീടുകളായി മാറുന്നത് കുറേ നല്ല സ്ത്രീകളുടെ കണ്ണീർ ചാന്ത് ചേർക്കപ്പെട്ടു തുടങ്ങുമ്പോഴാണ്. എല്ലാ നല്ല വീടുകൾക്കു പിന്നിലും എരിഞ്ഞു കത്തിയ ഒരു സ്ത്രീയുടെ നിശബ്ദ സാന്നിധ്യമുണ്ടാകും. അത് അമ്മയാവാം, പെങ്ങളാവാം, മരുമകളാകാം, മക്കളാവാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിനെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഭവനങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ? അവരുടെ കണ്ണുനീര് വീണ് നമ്മുടെ ഭവനത്തിൻ്റെ ആന്തരിക വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? വീടുകളെക്കുറിച്ചുള്ള ആധ്യാത്മിക ചിന്ത അവസാനിപ്പിച്ച ശേഷം ഡാനിയേൽ അച്ഛൻ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കുഞ്ഞുമക്കളിലേക്കാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന 2-ാമത്തെ അധ്യായത്തിൽ ഉടനീളം കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്: പിറവി കൊടുത്ത മക്കളെക്കുറിച്ചുള്ള അപ്പനമ്മമാരുടെ സങ്കടങ്ങൾ ഈ അന്തരീക്ഷത്തിൽ തപ്തനിശ്വാസങ്ങളായി തങ്ങി നിൽക്കുന്നതിൻ്റെ വിങ്ങൽ നമ്മളിൽ ആർ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾക്കു വേണ്ടിയാണ് ഈ ദുർബലമായ വരികൾ. ഒത്തിരി ദേവാലയങ്ങളിൽ അമ്മമാരുടെ കണ്ണീര് വീണ് ഉടയുന്നുണ്ടെങ്കിൽ പ്രധാനമായും അത് നിങ്ങളെക്കുറിച്ച് ഓർത്താകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അദ്ദേഹം എഴുതുക. നമ്മുടെ ഭവനങ്ങളിൽ മക്കൾ സുരക്ഷിതരാണോ എന്നും, അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലൂടെ വളർന്നു വരുന്ന മക്കൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടികുറച്ചാണോ വളരുന്നതെന്നും ഒക്കെ ചിന്തിക്കുവാൻ ഒരു ഓർമ്മപ്പെടുത്തലായി ലേഖനം മാറുകയാണ്. പലപ്പോഴും മാതാപിതാക്കൾ ഒരുക്കുന്ന സ്നേഹ ലാവണ്യത്തിൻ്റെ ആ സംരക്ഷണ കോട്ടകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിദൂരങ്ങളിലേക്ക്, സുരക്ഷിതമില്ലാത്ത ഇടങ്ങളിലേക്ക് അവരവരുടെ സന്തോഷങ്ങൾ തേടിപ്പോകുന്ന മക്കളെക്കുറിച്ചുള്ള ഉള്ള് പൊള്ളിക്കുന്ന ഒരു ചിന്തയായി ഈ ലേഖനം മാറുകയാണ്.
തുടർന്നു വരുന്ന ലേഖനം സഫല യൗവനം എന്ന പേരിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആജ്ഞേയമായ 1000 കാരണങ്ങളാൽ അബലയായി പോയ ഒരു പെങ്ങൾ കതിർമണ്ഡപത്തിലേക്ക് 1000 സ്വപ്നങ്ങളുമായി വലതുപാദം വച്ചു കയറിയ അവൾ അധികം കഴിയാതെ കണ്ണീരോടെ ഭർതൃഗ്രഹത്തിൻ്റെ പടിയിറങ്ങുന്നു. അവൾക്കു പിന്നിലെ ഒരു കനത്ത വാതിൽ ആഞ്ഞടയുന്നു. ജനിച്ചു വളർന്ന വീട് അവളെ കൈവിട്ടതാണ്. കയറി ചെന്ന വീടിന് അവളെ ഉൾക്കൊള്ളാനും വയ്യ. ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് വിവാഹമെന്ന കൂദാശയിലൂടെ കടന്നു ചെല്ലുമ്പോഴും അവരെ കാത്തിരിക്കുന്ന ഉള്ളുലയ്ക്കുന്ന നീറുന്ന അനുഭവങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അവരെക്കുറിച്ച് ഒരു ധ്യാനചിന്തയായി മാറുകയാണ് ഈ ലേഖനം. വിവാഹം കഴിച്ചെത്തുന്ന മക്കൾക്ക് അവരുടെ വീട് നഷ്ടമാകുകയും എന്നാൽ അവർക്ക് പുതിയൊരു ഇടം കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ആ ഇടം അവർക്ക് സുരക്ഷിതത്വം നൽകാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലേഖനത്തിലൂടെ. വിവാഹത്തിലൂടെ പുതിയൊരു ജീവിതത്തിൽ പുതിയൊരു ഭവനത്തിൽ അംഗമായി തീരുന്ന പെൺമക്കളെക്കുറിച്ച് ഗൗരവതരമായൊരു ചിന്തയ്ക്ക് ഈ ലേഖനം അടിസ്ഥാനമിടുന്നുണ്ട്. ഏത് കൊടും പാതിരാവിലും സ്നേഹനിലാവുകളുണ്ടെന്നും ഒരു കാൽവരിക്കുന്നിന് പിന്നിൽ ഒഴിഞ്ഞ കല്ലറയുണ്ടെന്നും കാരമുള്ളുകൾക്കിടയിലും വസന്തം ഒരു പൂവായി വിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നും ദൈവമേ ആരാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. ഭർതൃഗ്രഹങ്ങളിൽ പൊലിഞ്ഞു പോകുന്ന ചില ജീവിതങ്ങളെ മിഴിവോടുകൂടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിചിന്തനം ചെയ്യുവാൻ ഈ ലേഖനത്തിലൂടെ ഡാനിയേൽ അച്ഛൻ പരിശ്രമിക്കുകയാണ്. തുടർന്നു വരുന്ന ലേഖനം ഒരു ഉൾത്താപത്തെക്കുറിച്ചുള്ള ആത്മാനുതാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്ന ലേഖനമാണ്. നോമ്പുകാലത്തിൻ്റെ ദീപ്തസ്മരണകളിലൂടെ കടന്നു പോവുകയും ആത്മാനുതാപത്തിലൂടെ മനുഷ്യ മനസ്സിനെ നവീകരിക്കേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ വളരെ ഹൃദയസ്പർശിയായ ബോധ്യങ്ങൾ പകർന്നു നൽകുകയാണ് ഈ ലേഖനം. സ്വർഗം ഈശോയ്ക്ക് മേൽ ലാവണ്യപൂർവമായ ഒരു അംഗീകാര മുദ്ര ചാർത്തുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ക്രിസ്തുവിന് മേൽ ചാർത്തപ്പെട്ട ഈ വാത്സല്യത്തിൻ്റെ കയ്യൊപ്പ് പ്രപഞ്ചത്തിലെ സകലകോടി മനുഷ്യരോടുമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഭൂമിയിൽ പിറന്നു വീഴാനിരിക്കുന്ന അവസാനത്തെ ശിശുവിനോടും സ്വർഗം പറയും, നീ എൻ്റെ പ്രിയപുത്രനാണ്. എല്ലാ നോമ്പുകാല അനുഭവങ്ങളും ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്നുള്ള പുതിയൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണെന്നും ആസക്തികൾക്കുമേൽ വിജയം നേടി ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി തീരേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ വളരെ ഹൃദയസ്പർശിയായി ഈ ലേഖനത്തിൽ അടയാളപ്പെടുത്തുകയാണ് ഡാനിയേൽ പൂവണ്ണത്തിലച്ചൻ. ജഡവും അധികാരവും ധനവുമൊക്കെ ഒരു മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തെ എങ്ങനെ സാരമായി ബാധിക്കുന്നുവെന്നും ഈ ലോകത്തിൻ്റെ ആസക്തികൾക്കുമേൽ വിജയം നേടിക്കൊണ്ട് എങ്ങനെ സ്വർഗത്തിന് പ്രിയപ്പെട്ട മക്കളായി നാം മാറണമെന്നുമൊക്കെയുള്ള ധ്യാനചിന്തകളായി ഈ ലേഖനം മാറുകയാണ്. തുടർന്ന് വിശുദ്ധയിടങ്ങളിലെ സന്ദേഹികൾ എന്ന പേരിൽ അദ്ദേഹം രചിച്ചിരിക്കുന്ന ലേഖനം വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്ന പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ധ്യാന ചിന്തയാണ്. സക്കറിയായുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൗരോഹിത്യ ജീവിതത്തെ ധ്യാനചിന്തയ്ക്ക് വിധേയമാക്കുകയാണ് ഈ ലേഖനത്തിലൂടെ ഡാനിയേൽ പൂവണ്ണത്തിലച്ചൻ. ശിഷ്യത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ആഴമായ ബോധ്യം പകർന്നു നൽകുകയും ശിഷ്യത്വത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം സാക്ഷിയാവുക എന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലിൻ്റെ ദൈവവിചാരങ്ങൾ എന്ന പേരിൽ വളരെ മനോഹരമായൊരു ലേഖനം അദ്ദേഹം ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറയുകയാണ്, കുരിശിൻ ചുവട്ടിലെ ചോരക്കളത്തിൽ നിന്നും സഹിയോൻ ശാലയിലെ അഗ്നി അഭിഷേകത്തിൽ നിന്നും പിറവികൊണ്ട ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് അന്നും ഇന്നും ഒറ്റ നിയോഗമേ ഉണ്ടായിരുന്നുള്ളൂ: സാക്ഷ്യമാവുക. മുടിനാര് മുതൽ കാൽപാദം വരെ ഓരോ ഫൈബറിലും അനുഭവിച്ചറിഞ്ഞ ഒരു മഹാസ്നേഹത്തിന് ജീവിതം കൊണ്ടൊരു സാക്ഷ്യം പറഞ്ഞ് മടങ്ങിപ്പോവുക. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ പറയുന്നു എന്ന് നിറകണ്ണുകളോടെ യോഹന്നാൻ എഴുതി വച്ച വരികളൊക്കെ അതിൻ്റെ ഭാഷാന്തരങ്ങളാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായി ഒരു മനുഷ്യൻ എങ്ങനെ സുവിശേഷത്തിന് സാക്ഷികളാകണം എന്നുള്ള വ്യക്തമായ ധ്യാനചിന്ത ഈ ലേഖനത്തിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ഇങ്ങനെ ഓരോ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിനെ ഒത്തിരിയേറെ ദീപ്തമാക്കുവാൻ സാധിക്കുന്ന മനോഹരമായ ധ്യാനചിന്തകൾ കൊണ്ട് സാധാരണ ജീവിതത്തിൻ്റെ
നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ജീവിതത്തിൻ്റെ ഉൾത്തുടിപ്പുകളായിട്ട് ഈ ധ്യാനചിന്തകൾ മാറുകയാണ്. തീർച്ചയായും നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു പുസ്തകമാണ് ആത്മശിഖരത്തിലെ കൂട് എന്ന ഡാനിയൽ പൂർണ്ണത്തിലച്ചൻ്റെ ഈ മനോഹരമായ ഗ്രന്ഥം. ഈ ഗ്രന്ഥം മുഴുവനും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ആസ്വാദനത്തെ ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. തീർച്ചയായും സഹനത്തെ കുറച്ചുകൂടെ തെളിമയോടുകൂടെ കാണുവാനും ജീവിതത്തിലെ ആധ്യാത്മിക സംഘർഷങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഒരു മനുഷ്യൻ എങ്ങനെ പരിശ്രമിക്കണമെന്നുമൊക്കെയുള്ള മനോഹരങ്ങളായ ഒട്ടേറെ വചന വിചിന്തനങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രന്ഥം വായിക്കുകയും ആസ്വദിക്കുകയും വചന വഴികളിലൂടെ സധൈര്യം മുന്നോട്ട് പോകുവാൻ ധൈര്യം കാണിക്കുകയും ചെയ്യണമെന്ന സ്നേഹപൂർവമായ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് വായനയുടെ ലോകമെന്ന ഈ പ്രോഗ്രാമിൽ മറ്റൊരു അധ്യായത്തിൽ വളരെ മനോഹരമായ മറ്റൊരു ഗ്രന്ഥവുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.